വിഴിഞ്ഞം തുറമുഖ വിവാദത്തിൽ CPM-ലെ ഭിന്നത മറനീക്കി പുറത്തുവരുന്നു. അദാനിയെ സഹായിക്കാൻ വേണ്ടിയാണ് ദിവ്യ എസ് അയ്യരെ സർക്കാർ മാറ്റിയതെന്ന ആരോപണത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഒറ്റപ്പെടുകയാണ്. ദിവ്യ മാറ്റിയതിൽ അസ്വാഭാവികതയില്ലെന്ന് PK ശ്രീമതിയും KK ശൈലജയും തുറന്നടിച്ചു. KK രാഗേഷ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നാണെന്ന് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് KK രാഗേഷ് ഉന്നയിച്ച രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകളെയും തള്ളിപ്പറയുകയാണ് CPM-ന്റെ മുതിർന്ന നേതാക്കൾ. EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ തുടങ്ങിയവർ രാഗേഷിനെ പിന്തുണക്കാൻ എത്തിയില്ല എന്നു മാത്രമല്ല, രാഗേഷിന്റേതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് എന്ന് ഞാൻ ചോദിച്ചില്ല. അല്ല, അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തി. ആ പ്രസ്താവനകൾ നടത്തിയതിൻ്റെ അതിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ആളുകൾക്ക് ബോധ്യപ്പെടും. വിഴിഞ്ഞം പോർട്ടിന്റെ CMD ദിവ്യ എസ് അയ്യരെ മാറ്റിയത് അദാനിയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് എന്നാണ് KK രാഗേഷ് പറഞ്ഞ ഒരു കാര്യം. എന്നാൽ അതത് സർക്കാരിന് IAS ഓഫീസറെ മാറ്റാനുള്ള അധികാരമുണ്ട് എന്ന നിലപാടാണ് EP ജയരാജനും PK ശ്രീമതിയും KK ശൈലജയും സ്വീകരിച്ചത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഏറ്റവും നന്നായിട്ട് അത് നിർവഹിച്ചിട്ടുള്ള ആളാണ് ദിവ്യ എസ് അയ്യർ. എന്നാൽ പൊതുവായി ഉദ്യോഗസ്ഥന്മാരുടെ മാറ്റത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറുണ്ട്. ഇത് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് മുഴുവൻ അറിയാം. ഈ കച്ചവടത്തിൽ ഈ 49% ഷെയർ വിൽപ്പനയിൽ വൻ തോതിലുള്ള കൊള്ള നടക്കുന്നു എന്നുള്ള കാര്യം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ നീക്കത്തിനു പിന്നിൽ അഴിമതിയുണ്ട് എന്നായിരുന്നു KK രാഗേഷ് ഉന്നയിച്ച രണ്ടാമത്തെ കാര്യം. എന്നാൽ അത്തരത്തിൽ അഴിമതിയുണ്ട് എന്ന് ഉറപ്പുള്ളവർ അന്വേഷണ ഏജൻസിയെ സമീപിക്കുകയാണ് വേണ്ടത് എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. മറ്റു നേതാക്കളാകട്ടെ അഴിമതി എന്ന വാക്ക് പോലും ഉച്ചരിച്ചില്ല.